കമ്പ്യൂട്ടർ സയൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡേറ്റാ സ്ട്രക്ചർ എന്താണെന്നും ആ ഡേറ്റാ സ്ട്രക്ചറിനകത്ത് നടത്തുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ പേരുകളാണ് ട്രാവേഴ്സൽ, സെർച്ചിങ്, സോർട്ടിങ്, ഇങ്ങനെയുള്ള പേരുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. The operations performed on data structures are traversing, searching, inserting, deleting, sorting and merging. ഇങ്ങനെ 5 തരം പ്രോസസ്സുകളാണ് ഡേറ്റാ സ്ട്രക്ചേഴ്സിനകത്ത് നടത്തേണ്ടുന്നത്. ഇതിൽ ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവേഴ്സിംഗ് ഈസ് ആൻ ഓപ്പറേഷൻ ഇൻ വിച്ച് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഡേറ്റാ സ്ട്രക്ചർ ഈസ് വിസിറ്റഡ്. ദ ട്രാവൽ പ്രൊസീഡ്സ് ഫ്രം ദ ഫസ്റ്റ് എലമെൻറ്റ് ടു ദ ലാസ്റ്റ് വൺ ഇൻ ദ ഡേറ്റാ സ്ട്രക്ചർ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ഒരു 10 സൈസുള്ള INT A of 10 എന്ന് പറഞ്ഞ ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറേയിലെ 10 എലമെൻറ്റിലേക്ക് നമ്മൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതിനെ നമുക്ക് ട്രാവേഴ്സൽ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഫോർ i = 0, i <10, i++, c in A of i. അതേപോലെ തന്നെ സീന് മാറ്റിയിട്ട് സി ഔട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും 10 വാല്യൂസും പ്രിൻറ്റ് ചെയ്യും. അന്നേരം പ്രിൻ്റ് ദ കണ്ടൻസ് ഓഫ് ആൻ അറേ. അത് നമുക്ക് ട്രാവേഴ്സിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പരീക്ഷാ ഹാളിൽ ഇരിക്കുകയാണ്, 20 പേരാണ് ഒരു ഹാളിൽ ഇരിക്കുന്നത്. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്ന ബെല്ലടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരണം. സോ ക്വസ്റ്റ്യൻ പേപ്പർ തരിക എന്ന് പറയുന്ന ഒരു ട്രാവേഴ്സിംഗാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും കൊടുക്കണം. അപ്പം അന്നേരം ടീച്ചർ എന്ന് പറയുന്നത് അവിടെ ഓരോ കുട്ടികളുടെയും മുന്നിൽ പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോരുത്തരുടെയും കൈ കൊടുക്കും. അതൊരു ട്രാവേഴ്സിംഗാണ്. ഇനി അതേപോലെ തന്നെ എല്ലാവരുടെയും ആൻസർ സ്ക്രിപ്റ്റിനകത്ത് പബ്ലിക് എക്സാമിനേഷൻ ആണെങ്കിൽ ആൻസർ സ്ക്രിപ്റ്റിനകത്ത് സൈൻ ചെയ്യണം. അപ്പോൾ ആ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ അതോടൊപ്പം തന്നെ സൈൻ ചെയ്യുക, ഇത് രണ്ടും ട്രാവേഴ്സലാണ്. കാരണം എല്ലാ എലമെൻറ്റും പ്രോസസ്സ് ചെയ്യപ്പെടും. ഇത്രയേ ഉള്ളൂ. ഒരു അറേയിലെ എല്ലാ എലമെൻറ്റും പ്രോസസ്സ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ അതിനെ ട്രാവേഴ്സൽ എന്ന് പറയാം. ഇനി നമ്മൾ ഒരു എക്സിബിഷന് പോവുകയാണെങ്കിൽ അവിടെ കുറേ സ്റ്റാളുകൾ കാണും. അപ്പോൾ അതിന് നമുക്ക് അത് വിസിറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒരു എൻട്രി കാണും, അതോടൊപ്പം തന്നെ എക്സിറ്റും കാണും. ദെൻ നമ്മൾ 1 by 1 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിബിഷൻ കാണുന്നത്. അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എക്സിബിഷൻ കണ്ടു പോകുന്ന ആ പ്രോസസ്സിനെ നമുക്ക് ട്രാവേഴ്സൽ എന്ന് പറയാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ കുറേ ബുക്കുകൾ ഇരിക്കുക, ആ ബുക്കുകളെല്ലാം എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ട്രാവേഴ്സൽ എന്ന് പറയാം. അപ്പോൾ എന്തായാലും നമുക്കിവിടെ പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഒരറേയിലെ എല്ലാ എലമെൻറ്റും പ്രോസസ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ അറേ മാത്രമല്ല, അതോടൊപ്പം തന്നെ ലിങ്ക് ലിസ്റ്റ് ആയാലും ട്രാവേഴ്സലുണ്ട്. അപ്പോൾ ഒരു ഡേറ്റാ സ്ട്രക്ചറിലുള്ള എല്ലാ എലമെൻറ്റും പ്രോസസ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെർച്ചിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ എലമെൻറ്റ് ഇൻ എ ഡേറ്റാ സ്ട്രക്ചർ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച് എന്ന് പറയുന്ന 2 മെത്തേഡ്. ഒരു അറേയിലെ ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. അത് 2 രീതി കണ്ടുപിടിക്കാം. അത് നമ്മൾ 2 രീതിയിലല്ല, പല അൽഗോരിതം ഉണ്ട്. എങ്കിലും നമ്മൾ പഠിച്ച 2 അൽഗോരിതം എന്ന് പറയുന്നത് ലീനിയർ സെർച്ച് മെത്തേഡും ബൈനറി സെർച്ച് മെത്തേഡുമാണ്. ലീനിയർ സെർച്ച് ആണെങ്കിൽ 1 by 1 ആയിട്ട് ഏകദേശം ട്രാവേഴ്സൽ പോലെ. പക്ഷേ എല്ലാ എലമെൻറ്റും പ്രോസസ്സ് ചെയ്യപ്പെടണമെന്നില്ല. എവിടെ വെച്ചാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ദെൻ ബൈനറി സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഡറിലായിരിക്കും. ദെൻ പകുതി എടുത്തിട്ട് അറേയിലെ എലമെൻറ്റ് ഇല്ലാത്തത് വരെ അല്ലെങ്കിൽ ആ എലമെൻറ്റ് കാണുന്നവരെ നമ്മളിങ്ങനെ ഡിവിഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. മിഡ് എന്ന് പറയുന്ന എലമെൻറ്റ് കണ്ടുപിടിക്കും, മിഡുമായിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. ഇതിനെയാണ് സെർച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പുസ്തകം എടുത്ത് വെച്ചതിന് ശേഷം പുസ്തകത്തിനകത്ത് ഏതെങ്കിലും ഒരു പാഠഭാഗം എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് സെർച്ചിങ് ആണ്. ദെൻ അത് റാൻഡമായിട്ട് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ 1 by 1 ആയിട്ട് സെർച്ച് ചെയ്യാം. നമ്മൾ ഡിക്ഷണറി എന്ന ബൈനറി സെർച്ച് മെത്തേഡിലാണ് ഡിക്ഷണറി നമ്മൾ വാക്ക് കണ്ടുപിടിക്കുന്നത്.
സാധാരണ ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ സീക്വൻഷ്യൽ സെർച്ച് അല്ലെങ്കിൽ ലീനിയർ സെർച്ച് നടത്താം. 1, 2, 3, 4 അങ്ങനെ ഓരോ പേജുകൾ മറിച്ച് നമ്മൾ പോകും. നമ്മളൊരു നോട്ട്ബുക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും നോക്കുന്നത്, ലീനിയറായിട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ അതാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻസേർട്ടിങ്. ഇൻസേർഷൻ ഈസ് ദ ഓപ്പറേഷൻ ഇൻ വിച്ച് എ ന്യൂ ഡേറ്റ ഈസ് ആഡഡ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് ഇൻ എ ഡേറ്റ സ്ട്രക്ചർ. ഇനി നമുക്ക് നിലവിൽ 10 ഡേറ്റ ഉണ്ട്, അതിനകത്ത് ഒരു ഡേറ്റയും കൂടെ നമുക്ക് 5ാമത്തെ പൊസിഷനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 8ാമത്തെ പൊസിഷനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫസ്റ്റിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്കൊരു ഡേറ്റ ആഡ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസേർഷൻ നടത്തുമ്പോഴത്തേക്ക് ഷിഫ്റ്റിംഗ് ഓഫ് എലമെൻറ്റ്സ്, ഇപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു അസംബ്ലിക്ക് നിങ്ങൾ നിർത്തുകയാണ്. അസംബ്ലിക്ക് നിർത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ 1 by 1 ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അന്നേരം അവിടെ ക്ലാസ് നമ്പറിൻ്റെ ഓർഡറിലാണെങ്കിൽ ക്ലാസ് നമ്പർ 1, 2, 3, 4, 5 എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ക്ലാസ് നമ്പർ 6 ഇല്ല എങ്കിൽ ക്ലാസ് നമ്പർ 5യുടെ തൊട്ട് പുറകെ ആരായിരിക്കും നിൽക്കുന്നത്? ക്ലാസ് നമ്പർ 7 ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ് നമ്പർ 6 ഇച്ചിരി താമസിച്ചാണ് വരുന്നത്. അയാൾ അസംബ്ലി ജോയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? എങ്ങനെയാണ് അയാളെ നിർത്തേണ്ടുന്നത്? അപ്പം അയാളെ അവിടെ നിർത്തണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് ഒരു പൊസിഷൻ കണ്ടുപിടിക്കണം. ആ പൊസിഷൻ എന്ന് പറയുന്നത് 6ാമത്തെ പൊസിഷനാണ്. അപ്പോൾ 6ാമത്തെ പൊസിഷനിലേക്ക് അയാളെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ 6ാമത്തെ പൊസിഷൻ ആദ്യം വേക്കൻ്റ് ആക്കണം. വേക്കൻ്റ് ആക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം 57 പേരാണുള്ളതെങ്കിൽ 57ാമതായിട്ടായിരിക്കും ഏറ്റവും അവസാനത്തെ ആൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ 58 പേരുണ്ട്. അന്നേരം 57ാമത്തെ ആളിനെ 58ലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ദെൻ 56നെ 57ലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. 55നെ 56ലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ട് 6ാമത്തെ ആളിനെ നമ്മൾ 7ാമത്തെ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരെ ഈ ഷിഫ്റ്റിംഗ് പ്രോസസ്സ് നടത്തണം. ദെൻ എന്നിട്ട് പുതിയ, അതേസമയം ഏറ്റവും ലാസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലാസ് നമ്പർ ഓർഡറിലല്ല നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്ന അടുത്ത് പറഞ്ഞാൽ മതി, ഏറ്റവും ലാസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇനിയും ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീഷൻ ഈസ് ദ ഓപ്പറേഷൻ ഇൻ വിച്ച് എ പർട്ടിക്കുലർ എലമെൻറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഡേറ്റ സ്ട്രക്ചർ. ദ ഡിലീഷൻ ഈസ് പെർഫോംഡ് എയ്തർ ബൈ മെൻഷനിങ് ദ എലമെൻറ്റ് ഇറ്റ് സെൽഫ് ഓർ ബൈ സ്പെസിഫൈങ് ഇറ്റ്സ് പൊസിഷൻ. ഒന്നുകിൽ എലമെൻറ്റിൻ്റെ പേര് പറഞ്ഞിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിളായിട്ട് അസംബ്ലി നിൽക്കുകയാണ്. അപ്പോൾ അന്നേരം ഒരാൾക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത വരുന്നു എന്ന് തോന്നുന്നു, വെയിൽ കൊണ്ടിട്ട് അസ്വസ്ഥത വരുന്നു. പെട്ടെന്ന് അപ്പോൾ അയാൾ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ടീച്ചർ ഉടനെ പറയുന്നു, 5ാമത് നിൽക്കുന്ന ആളിങ്ങ് മാറി റൂമിലോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ ആൾക്ക് എന്ത് ചെയ്യാം? റൂമിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ പൊസിഷനാണ് പറയുന്നത് 5ാമത്തെ ആൾ. അതല്ല എങ്കിൽ അയാളുടെ പേര് വെച്ചിട്ട് പറയാം, സുനിൽ അങ്ങോട്ട് മാറി നിന്നോളൂ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ എന്തായിരിക്കും? 5ാമത്തെ ആൾ പോയി കഴിഞ്ഞാൽ 6ാമത്തെ ആൾ ഇങ്ങോട്ടേക്ക് നിൽക്കണം, 5ാമത്തെ പൊസിഷനിലേക്ക് നിൽക്കണം. ഈ പ്രോസസ്സിനെയാണ് ഡിലീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഡറിൽ അറേയിലെ എലമെൻറ്റ് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ, അറേയല്ല ഡേറ്റ സ്ട്രക്ചറിലെ വാല്യൂസ് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2 സോർട്ടിംഗ് മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്, ബബിൾ സോർട്ടും സെലക്ഷൻ സോർട്ടും. We are familiar with the sorting of an array using 2 methods named bubble sort and selection sort. It is a technique of arranging the elements in a specified order, either in ascending or descending. എന്ന് വെച്ചാൽ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ നമ്മൾ എലമെൻറ്റ് അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ധാരാളം അൽഗോരിതംസ് യൂസ് ചെയ്യാനുണ്ട്. അതിനകത്ത് 2 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ബബിൾ സോർട്ടും അടുത്തത് സെലക്ഷൻ സോർട്ടും. ദെൻ ഇത് നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറേ കുട്ടികളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അന്നേരം ആണെങ്കിൽ അതിനെ നമുക്ക് ചിലപ്പം ക്ലാസ് നമ്പർ ഓർഡറിൽ നമുക്ക് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ ഓർഡറിൽ നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്ന ഓർഡറിൽ നമുക്ക് നിർത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെല്ലാം സോർട്ടിംഗ് എന്ന് പറയും. ഇത് ഡേറ്റ സ്ട്രക്ചറിലാണെങ്കിലും ഇത് അത്യാവശ്യമാണ്. നമ്മൾ ഏത് ഡേറ്റ എടുത്തു കഴിഞ്ഞാലും അത് സോർട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇതിനകത്ത് അത്യാവശ്യമാണ്. Then merging usually refers to the process of combining elements of 2 sorted data structures to form a new one. But the simplest form of merging is the joining of the elements of both the data structures into a third empty data structure. ഇപ്പം നമുക്കറിയാം 2 ക്ലാസ്സിൽ ഒരുമിച്ച് ഒരു കമ്പൈൻ ക്ലാസ് എടുക്കുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് ഇപ്പോൾ എല്ലാവർക്കും കോമൺ ആണ്, സ്കൂളിലെ എല്ലാവർക്കും കോമണാണ്. 2 ക്ലാസ് അല്ലെ കുട്ടികളിരിപ്പുണ്ട്. അപ്പോൾ അത് 2 ക്ലാസ്സും 2 വെവ്വേറെ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കമ്പൈൻ ചെയ്തുകൊണ്ട് 120 പേരെയും കൂടെ ചേർത്തുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ 2 പേരുടെ മൂന്നാമത് വലിയൊരു ക്ലാസ് റൂമിലേക്ക് പോയി അവിടെ ഇരിക്കാനായിരിക്കും പറയുന്നത്. കാരണം സാധാരണ ഒരു ക്ലാസ്സിലാണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ. സ്മാർട്ട് ക്ലാസ്സിലേക്ക് പോകാൻ പറയും. അപ്പോൾ അങ്ങനെ 2 ഡേറ്റ സ്ട്രക്ചർ തമ്മിൽ മേർജ് ചെയ്ത് മൂന്നാമതൊരു ഡേറ്റ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ മേർജിങ് എന്ന് പറയുന്നത്. അറേ ഇതേപോലെ തന്നെ ചെയ്യാം.
എ ഓഫ് 10 എന്ന് പറയുന്ന അറേ, ബി ഓഫ് 20 എന്ന് പറയുന്ന അറേ. അപ്പോൾ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യണമെങ്കിൽ 30 സൈസ് വേണം. അപ്പോൾ അത് സി എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു അറയിലേക്ക് നമുക്ക് മെർജ് ചെയ്യാം. അതല്ല എങ്കിൽ എയുടെ അവസാനം ബി നമുക്ക് മെർജ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 20 പേരേ ഉള്ളൂ, അടുത്ത ക്ലാസ്സിൽ 30 പേരുണ്ട്. അപ്പോൾ അന്നേരം 30 പേരിരിക്കുന്ന ക്ലാസ്സിലേക്ക് 20 പേര് ജോയിൻ ചെയ്യാം. അതല്ല എങ്കിൽ 20 പേരിരിക്കുന്ന ക്ലാസ്സിലേക്ക് 30 പേര് ജോയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ ഇങ്ങനെ കുറേ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ മെർജ് ചെയ്യുന്ന, അത് ഒരുമിച്ച് ചേർക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെർജിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പേജിൽ 10 സാധനങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ 10 ഫ്രണ്ട്സിൻ്റെ പേര് എഴുതിയിട്ട് അടുത്ത പേജിൽ നിങ്ങളുടെ ബ്രദറിൻ്റെയോ അല്ലെങ്കിൽ 10 ഫ്രണ്ട്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആൾക്കാരെ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നിങ്ങളുടെ വീട്ടിലേക്കൊരു ഫംഗ്ഷൻ നടക്കുന്നു. ആ ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതേപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്ററിൻ്റെയോ ബ്രദറിൻ്റെയോ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കേണ്ടി വരും. അപ്പോൾ അന്നേരം അത് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത് പുതിയതായിട്ടൊരു പേപ്പർ എടുത്തിട്ട് 2 പേജിൽ നിന്നുമുള്ള ഫോൺ നമ്പർ എഴുതിയെടുക്കുന്നു, എന്നിട്ട് വിളിക്കുന്നു. ഇതാണ് മെർജിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറാണ്. അപ്പോൾ സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്റ്റാക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയല്ലേ ലീനിയർ ഡേറ്റാ സ്ട്രക്ചറും കോമ്പൗണ്ട് ഡേറ്റാ സ്ട്രക്ചറും. അപ്പോൾ അതിനകത്ത് കോമ്പൗണ്ട് ഡേറ്റാ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ് സ്റ്റാക്ക്, ക്യൂവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്നേരം അതിനകത്ത് നമ്മളിപ്പം കാണുന്നതെന്ന് പറയുന്ന 2 ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. ആ 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഈ രണ്ടും ഒരു ഓർഗനൈസിങ് പ്രിൻസിപ്പിളാണ്. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസിങ് പ്രിൻസിപ്പിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കി വെക്കുന്ന രീതിയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അടുക്കി വെക്കുന്ന രീതിയുടെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, അവിടെ ഒരു ചിത്രത്തിൽ 4 ഇഡലിത്തട്ടും അടുത്ത ചിത്രത്തിൽ 10 ബുക്കുകളും ഉണ്ട്. അപ്പോൾ ഈ 2 അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരേ രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇഡലി തട്ട് വെച്ചേക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും അടിയിലെ തട്ടുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡ് കാണും, ഇല്ലേ, ഒരു കമ്പി കാണും. ദെൻ ഓരോ ഇഡലിത്തട്ടും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആ കമ്പിയിലൊക്കെ താഴോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1 by 1 ആയിട്ടാണ് നമ്മൾ ഈ തട്ട് ഫില്ല് ചെയ്യുന്നത്, അല്ലേ? എല്ലാം ഒരുമിച്ചല്ലല്ലോ. ഏറ്റവും അടിയിലത്തിലെ തട്ടിനകത്ത് നമ്മൾ മാവ് കോരി ഒഴിക്കും. അതിനുശേഷം അടുത്ത തട്ടെടുത്തതിന് ശേഷം അതിനകത്ത് മാവ് കോരി ഒഴിച്ചിട്ട് നമ്മൾ തട്ട് വെക്കും. അതല്ലെങ്കിൽ തട്ട് അവിടെ വെച്ചിട്ട് മാവ് കോരി ഒഴിക്കും. ദെൻ അടുത്ത തട്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ വെക്കുന്നത് ഏതായിരിക്കും? ഏറ്റവും മുകളിലത്തെ തട്ടായിരിക്കും വെക്കുന്നത്. ഇനി ഇത് തിരിച്ചെടുക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ വെക്കുന്ന ഒരേ രീതിയിലേ വെക്കാൻ പറ്റൂ. എന്താ? 1 by 1. ഇനി ബുക്ക് വെക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബുക്ക് എന്ന് പറയുന്ന ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെക്കണമെങ്കിൽ ഏറ്റവും അടിയിലിരിക്കുന്ന ബുക്ക് ആദ്യം വെക്കണം, അല്ലേ? ദെൻ രണ്ടാമത്തെ അടിയിൽ നിന്നും രണ്ടാമത്തെ ബുക്ക് രണ്ടാമത് വെക്കണം. ദെൻ മൂന്നാമത്തെ ബുക്ക് മൂന്നാമത് വെക്കണം. നാലാമത്തെ ബുക്ക് നാലാമത് വെക്കണം. അപ്പം അങ്ങനെ ഇങ്ങനെ പുസ്തകങ്ങൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മേളിലിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും അവസാനം വെച്ച ബുക്കായിരിക്കും. ഇനി ആ ബുക്ക് ഇരിക്കുന്ന രീതി, ആ ഓർഡർ ചേഞ്ച് ചെയ്യരുത്. ഈ ബുക്ക് ഇങ്ങനെ വെച്ചേക്കുന്നത് മാറിപ്പോകരുത്. അപ്പം അങ്ങനെ ആ ബുക്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം രണ്ടാമത്തെ ബുക്ക് എടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ചെയ്യുന്ന മെത്തേഡെന്ന് പറയുന്നത് രണ്ടാമത്തെ ബുക്ക് വലിച്ചിങ്ങി എടുക്കും. അപ്പോൾ എന്തായാലും സംഭവിക്കുന്നത് ഈ ബുക്കിൻ്റെ ഓർഡർ തെറ്റിപ്പോവും, അല്ലേ? ഇരിക്കുന്ന ഓർഡർ തെറ്റിപ്പോവും. ചിലപ്പോൾ അത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അറിയത്തില്ല ഏതാണ് മൂന്നാമത്തെ ബുക്ക്, ഏതാവും നാലാമത്തെ ബുക്ക് എന്ന് അറിയത്തില്ല. അപ്പോൾ 10 പേര് കൊണ്ടുവച്ച ബുക്കാണെന്ന് വെച്ചോളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ 10 പേര് കൊണ്ടുവച്ച എത്രാമതായിട്ടാണ് കൊണ്ടുവച്ചേക്കുന്നത് എന്ന് അറിയണം. അപ്പം അതിൽ മൂന്നാമതായിട്ട് വെച്ചേക്കുന്ന ഒരാളുടെ ബുക്ക് എടുക്കണം. ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, 3ാമത്തെ ബുക്കാണ് എൻ്റെ ബുക്ക്, അതൊന്ന് ചെക്ക് ചെയ്യണേ എന്ന് പറഞ്ഞു. 3ാമത്തെ ബുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം 1ാമത്തെ ബുക്ക്, ഏറ്റവും മുകളിലിരിക്കുന്ന ബുക്ക് മാറ്റി വെക്കണം. ദെൻ 2ാമത്തെ ബുക്ക് എടുക്കണം. ദെൻ 3ാമത്തെ, എന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ 3ാമത്തെ ബുക്ക് വരുന്നെങ്കിൽ മാത്രമേ എനിക്ക് ബുക്ക് എടുക്കാൻ പറ്റൂ. കാരണം മുകളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബുക്ക് എടുക്കാൻ പറ്റൂ. ഇഡലിത്തട്ടിൻ്റെയും കാര്യം അതാ. ഇഡലിത്തട്ടിനും ഏറ്റവും മുകളിലത്തെ തട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഇപ്പം എനിക്ക് 2ാമത്തെ തട്ടിലെ ആണ് ഇഡലി വേണ്ടുന്നത് എന്ന് കരുതുക. അപ്പോൾ അതിനകത്ത് ഞാൻ ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് 2ാമത്തെ തട്ടാണ് എനിക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ തട്ട് എനിക്ക് എടുക്കണമെങ്കിൽ എന്ത് വേണം? 2ാമത്തെ തട്ട് വലിച്ചെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
ആദ്യം 4ാമത്തെ തട്ടെടുക്കണം, ദെൻ 3ാമത്തെ തട്ടെടുക്കണം. 3ാമത്തെ തട്ടെടുക്കുമ്പോഴത്തേക്ക് 2ാമത്തെ തട്ട് ടോപ്പിലെത്തി, മുകളിലെത്തി. ഇനി അതെനിക്കെടുക്കാം. ഇനി 10 തട്ടുണ്ടെന്ന് വെച്ചോ, അതിനകത്ത് എനിക്ക് 7ാമത്തെ തട്ടാണ് എടുക്കേണ്ടുന്നത്. അന്നേരം എന്ത് ചെയ്യണം? ആദ്യം 10ാമത്തെ തട്ടെടുക്കണം, ദെൻ 9ാമത്തെ, പിന്നെ 8ാമത്തെ, പിന്നെ അപ്പോഴത്തേക്ക് ഏതായി? 7 മുകളിലായി. അന്നേരം 7 എനിക്കെടുക്കാം. 7 മാറ്റി. ഇനി 6 തട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റാക്ക് എന്ന് പറയുന്ന ഓർഗനൈസിങ് പ്രിൻസിപ്പിളിൻ്റെ മെത്തേഡ്. നമ്മളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഇതേ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വെച്ചത് ആദ്യം എടുക്കുന്നു. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റിൽ കയറിയ ആൾ ആദ്യം ഇറങ്ങുന്നു. അപ്പോൾ അതിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു സിനിമാ തിയേറ്ററിന് ഒരു വാതിലേ ഉള്ളെന്നോ, എൻട്രിയും എക്സിറ്റും എല്ലാം ഒരു വാതിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ പേരെ നമ്മൾ ആദ്യം ഇങ്ങനെ സിനിമാ തിയേറ്ററിൽ വരുന്നവരെല്ലാം ഏറ്റവും ഫ്രണ്ടിലേക്കാണ് ഇരുത്തുന്നത്, ഏറ്റവും അവസാനം വരുന്നവരെ ഏറ്റവും ലാസ്റ്റിൽ എന്ന് വെച്ചാൽ ഡോറിൻ്റെ അടുത്തും. അപ്പോൾ അന്നേരം ആദ്യം ഇറങ്ങിപ്പോകാൻ കഴിയുന്ന ആർക്കായിരിക്കും? ഏറ്റവും അവസാനം കയറിയ ആൾക്കായിരിക്കും. ഇതേ രീതിയിൽ നമ്മുടെ റിയൽ ലൈഫിൽ പല സിറ്റുവേഷനിലും നമുക്ക് ഇവിടെ ഡേറ്റ പ്രോസസ്സിങ്, ഇത് ഡെലിത്തട്ടും ബുക്കും ഒക്കെ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അറയിലെ ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ, ഏറ്റവും അവസാനം വെച്ച ഡേറ്റ ആദ്യം എടുക്കണമെങ്കിൽ ആ ഓർഡറിലുള്ള അറേ അല്ലെങ്കിൽ ആ ഓർഡറിലുള്ള ഡേറ്റ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനാണ്. Then the collection is formed by adding each item one over other. We can say that the items are added at the top position. Similarly, we can remove only that item which is placed at last. This organizing principle is known as stack. ഈ ഓർഗനൈസിങ് പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഏറ്റവും അടിയിൽ വെച്ചിരിക്കുന്ന, ഏറ്റവും അവസാനം വെച്ചേക്കുന്നത് ആദ്യം നമ്മൾ എടുക്കുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലിഫോ എന്നാണ് അതിനെ പറയുന്ന പേര്. LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓരോ ലെറ്ററിൻ്റെയും ആദ്യത്തെ ലെറ്റർ ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ദ ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ലിഫോ പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് സ്റ്റാക്ക്. അപ്പം ഇങ്ങനെ ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന എല്ലാത്തിനെയും നമുക്ക് സ്റ്റാക്ക് എന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വിച്ച് ആൾ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻസ് ആർ മെയ്ഡ് ഓൺ എൻഡ്, യൂഷ്വലി കാൾഡ് ടോപ്പ്. സിൻസ് ഇറ്റ് ഫോളോസ് ദ ലിഫോ പ്രിൻസിപ്പിൾ, ദ എലമെൻറ്റ് ആഡഡ് അറ്റ് ലാസ്റ്റ് വിൽ ബി ദ ഫസ്റ്റ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ സ്റ്റാക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇഡലി തട്ട് വെക്കുവാന്ന് വെച്ചോ, ആദ്യം എംറ്റിയാണ്, ആ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നേരം സ്റ്റാക്ക് എന്ന് പറയുന്നത് എംറ്റിയാണ്, ഒന്നുമില്ല. അന്നേരം ആദ്യത്തെ ഇഡലി തട്ട് വെക്കുമ്പോഴത്തേക്ക് അതെങ്ങോട്ടേക്കാണ് വരുന്നത്? ഏറ്റവും മുകളിലത്തേക്കാണ് വരുന്നത്. ഒരു എലമെൻറ്റേ ഉള്ളൂവെങ്കിൽ അതാണ് മുകളിൽ. അതിനെ പറയുന്ന പേരാണ് ടോപ്പ് എന്ന് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും ടോപ്പിൽ നിന്ന് മാത്രമേ പറ്റൂ. ഒരു ഇഡലി തട്ട് മാത്രമേ ഉള്ളെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ബുക്ക് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ബുക്ക് നമുക്ക് എടുക്കണം, ഒരു ബുക്കേ നമുക്ക് എടുക്കാൻ പറ്റൂ. അതെവിടെയായിരിക്കും? ഏറ്റവും മുകളിലായിരിക്കും. ഇനി 2 ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ? ടോപ്പിലുള്ള ബുക്ക് മാത്രമേ നമുക്ക്, എന്നുവെച്ചാൽ ഒരു ബുക്കിൻ്റെ മുകളിലാണ് അടുത്ത ബുക്ക് വരുന്നത്. അപ്പം അന്നേരം ഓരോ ബുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴും ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കൂടിക്കൊണ്ടിരിക്കും, ഓരോ ബുക്ക് എടുക്കുമ്പോഴും ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. 10 ബുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ടോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ -1 ഇനിഷ്യലൈസ് ചെയ്യുവാണെങ്കിൽ, കാരണം അരയുടെ ഇൻഡെക്സ് 0 -1 ഇപ്പോൾ MG സ്റ്റാക്ക് ആണെങ്കിൽ -1, ഒരു ബുക്കും വെച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ടോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇനി ഒരു ബുക്ക് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ രണ്ടാമത്തെ ബുക്ക് വെക്കുമ്പോൾ 1 ആയിരിക്കും. അങ്ങനെ 10ാമത്തെ ബുക്ക് വെക്കുമ്പോൾ 9 ആയിരിക്കും. അപ്പോൾ അത് C++ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ 0 മുതൽ 9 വരെ വരുന്നത്. ഇനി വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിൽ ആ അറയുടെ ഇൻഡെക്സ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും അത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റ സ്ട്രക്ചറിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റാക്കിനകത്ത് നമുക്ക് നടത്താൻ പറ്റുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു, ഡേറ്റ സ്ട്രക്ചറിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന 6 ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. ഇനി സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിനകത്ത് എല്ലാ ഓപ്പറേഷൻസും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല.
അതിനകത്ത് രണ്ട് പ്രോസസ്സ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് ഇൻസേർഷൻ ആൻഡ് ഡിലീഷനാണ്. അപ്പോൾ ആ ഇൻസേർഷൻ ആൻഡ് ഡിലീഷനും നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും ഇതോടൊപ്പം തന്നെയുള്ള 2 വീഡിയോ കാണുക. അപ്പോൾ അന്നേരം സ്റ്റാക്കിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്ന 1 by 1 ആയിട്ട് ബുക്കുകളും അതോടൊപ്പം തന്നെ ഇഡലിത്തട്ടും വെക്കുന്ന 2 വീഡിയോ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ. കാരണം ഇത് വേറെ ഒന്നുമില്ല, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത് രണ്ടും, ബുക്ക് വെക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മളുടെ അടുക്കളയിൽ ഇഡലിത്തട്ട് വെക്കുന്നതും. അപ്പോൾ ഇത് രണ്ടും വെക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് LIFO ഡേറ്റ സ്ട്രക്ചറായ സ്റ്റാക്കിനെ പറ്റി ഓർക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ഗ്രൂപ്പിലിടാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയമുള്ള ഭാഗത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ ഇടാം. അപ്പോൾ അത് നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി.